പിന്നെ മന്ത്രി രാജേഷും മന്ത്രി രാജീവും തമ്മിൽ മത്സരമാണ്. ആരാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറയുന്നത്? അവർ മാറി മാറി അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാ വിളയാട്ടമാണ്. ഇന്നലെ പറഞ്ഞു മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഞാൻ സിദ്ദിഖിനെയും അതുപോലെ തന്നെ AP അനിൽകുമാറിനെയും പറഞ്ഞയച്ചു. ഇതുപോലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സസ്പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അയ്യപ്പസ്വാമിയുടെ മുതൽ കവർന്നെടുത്തവർക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ അംഗീകാരമായി ജനങ്ങൾ കരുതും. അവരെ ഈ 3 MLA-മാരെ കേരളത്തിലെ ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കും. ഞങ്ങളിത് അംഗീകാരമായിട്ടാണ് കരുതുന്നത്. പിന്നെ സസ്പെൻഷൻ നടത്തിയും ഒന്നും പേടിപ്പിക്കാനൊന്നുമില്ല. ശബ്ദം ഇത് കവർച്ചയാണ് നടന്നിരിക്കുന്നത്. കവർച്ച. ആ കവർച്ചയ്ക്കെതിരായ ഞങ്ങളുടെ ശബ്ദത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഒരേപോലെയാണ്. അക്രമത്തിനും അനീതിക്കും അഴിമതിക്കും കവർച്ചയ്ക്കും എതിരായ ശബ്ദമുയരുമ്പോൾ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഈ ശബ്ദം ഇല്ലാതാവില്ല. അത് കേരളം മുഴുവൻ അലയടിക്കാൻ പോവാണ്. സഭ ഗില്ലറ്റും ചെയ്തിട്ടാണ് 3 MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തെറ്റായ തീരുമാനമാണ്. ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഇനി സമരം കൊണ്ടുപോയി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന്, ഈ ജില്ലയിൽ നിന്ന്, ശബരിമല നിലകൊള്ളുന്ന ഈ ജില്ലയിൽ നിന്ന് കേരളം മുഴുവൻ ആഞ്ഞടിക്കാൻ പോകുന്ന, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ പോകുന്ന സമരം തുടങ്ങുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, CPM-ഉം കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കണം, ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏത് കോടീശ്വരനാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരനാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? കതക് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി. അപ്പം നിങ്ങൾ എന്തിനാണ് വാസവനും രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു പറയാം. ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്ന 2022 പൂർണ്ണമായ വിവരമുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഇത് നഷ്ടപ്പെട്ടത് ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിയാം. അത് മൂടി വെച്ചു. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അയാൾക്കെതിരെ കേസെടുത്ത് ഇവരും കുടുങ്ങും, കടകംപള്ളി അടക്കം കുടുങ്ങും. അതുകൊണ്ട് കേസെടുത്തില്ല, അത് മൂടി വെച്ചു. വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ചെയ്തതെന്താ? ഇത്രയും ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് 2025. ഇത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ? ദ്വാരപാലക വിഗ്രഹം പോയി, കട്ടള പോയി, കതക് പോയി, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി പോയേന്.